പാലക്കാട് എന്ന് പറയുമ്പോൾ ഈ വിജയ്ക്ക് തമിഴ്നാട്ടിലുള്ള അതേപോലെ തന്നെ ആരാധകർ കേരളത്തിലുമുണ്ട്. അതിൽ പ്രധാനമായിട്ടും പാലക്കാട് തമിഴ്നാടിനോട് ചേർന്ന് നിൽക്കുന്ന ജില്ലയാണ്. വലിയ രീതിയിലുള്ള ഒരു ആരാധക വൃന്ദം തന്നെയാണ് ഇവിടെ. ഏതായാലും ഈ ആരോമ തിയേറ്ററിൽ ഒത്തുകൂടിയിരിക്കുന്നത് നമ്മുടെ അണ്ണൻ അപ്പോൾ CM ആയിരിക്കുകയാണല്ലേ? എങ്ങനെയുണ്ട് ഇപ്പോൾ? അടിപൊളി. എങ്ങനെയുണ്ടായിരുന്നു ആഘോഷമൊക്കെ? അടിപൊളിയായിരുന്നു. ഒന്നും പറയില്ല, സൂപ്പർ, അടിപൊളി സെറ്റ്. കളിയാട്ടം കാണാൻ പോണേ ഉള്ളൂ. തീർച്ചയായിട്ടും അത്തരത്തിൽ വിജയോടുള്ള ആരാധകരാണ് ഇവിടെയൊക്കെ. ആരാധകരൊക്കെ അണികളായി ഈ തിയേറ്ററിന് മുന്നിൽ ഇത്ര നേരം വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികൾ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. വിജയുടെ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് തത്സമയമായി ഇവിടുത്തെ ആരോമ തിയേറ്ററിൽ പ്രദർശിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. അത്തരത്തിൽ ഈ ആരാധകർ ഈ വിജയുടെ സത്യപ്രതിജ്ഞ അല്ലെങ്കിൽ വിജയ് CM ആയി എത്തിയിരിക്കുന്ന ഈ ഒരു ചടങ്ങ് അത്ര ഗംഭീരമായാണ് ഇവിടെ ആഘോഷിച്ചിരിക്കുന്നത്. നിലവിൽ ഏതായാലും ഈ ആഘോഷ പരിപാടികൾ സത്യപ്രതിജ്ഞാ ചടങ്ങ് പൂർത്തിയായതോടെ ആഘോഷ പരിപാടികൾ ഏതായാലും അവസാനിപ്പിച്ചിരിക്കുകയാണ്. അത്രത്തോളം ഈ വലിയ രീതിയിലുള്ളൊരു ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ വിജയുടെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികളാണല്ലേ സംഘടിപ്പിച്ചത്? അതെ, ഏറ്റവും വലിയ രീതിയിൽ നമ്മളെല്ലാ പരിപാടിയും സ്ക്രീനിൽ ലൈവ് പരിപാടി ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കേക്ക് മുറിക്കലും ലഡ്ഡു കൊടുക്കലും ഡോളും എല്ലാം ആയിട്ട് പോവുകയാണ്. എങ്ങനെയാണ് ഒരു പ്രതീക്ഷ വിജയ് CM ആയിട്ട് വരുമ്പോൾ തമിഴ്നാട്ടിലെ? അല്ല, CM ആയിട്ട് വരണം എന്നുള്ളത് വർഷങ്ങളായിട്ടുള്ള പ്രയത്നത്തിൻ്റെ ഫലമാണ് ഇപ്പോൾ ഇന്ന് കണ്ടത്. അപ്പോൾ അതിൽ ജനങ്ങൾക്ക് ഏറ്റവും നല്ല കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് വരും, ഉറപ്പാണ്. അതിൽ യാതൊരു മാറ്റവുമില്ല. തീർച്ചയായിട്ടും അത്തരത്തിൽ വിജയ് ജനങ്ങൾക്ക് ആവശ്യമുള്ള ജനങ്ങളോടൊപ്പം നിൽക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഈ ആരാധകരൊക്കെ ഉള്ളത്. ഏതായാലും ഈ പാലക്കാട് വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികളാണ് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങുമായി ഏതായാലും നടന്നത്. തീർച്ചയായും തമിഴ്നാട് മുഖ്യമന്ത്രിയായി TV അധ്യക്ഷൻ വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുകയാണ്. ആ ഒരു ആവേശം തമിഴ്നാട്ടിൽ മാത്രമല്ല കേരളത്തിലുടനീളം കാണുകയാണ്. വിജയുടെ ആരാധകർ കേരളത്തിലും ആവേശത്തിൽ തന്നെയാണ്. ചെന്നൈ നെഹ്റു സ്റ്റേഡിയത്തിലായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടന്നത്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ചടങ്ങിൽ പങ്കെടുത്തു.